ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുള്ള ഒരു ദിവസമായിരുന്നു. രാവിലെ തന്നെ ഒരു സോൾട്ടറി കാരമൽ മിൽക്ക് കുടിച്ചിട്ടാണ് എൻ്റെ ദിവസം തുടങ്ങിയത്. ഇതിൻ്റെ നേരെ ജോലിക്കിരുന്നു. ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ ആലോചിച്ചത് ഉച്ചയ്ക്ക് ലഞ്ച് ആക്കണമല്ലോ എന്ന്. അങ്ങനെ ലഞ്ചിന് ചപ്പാത്തിയും ദാലും ചിക്കൻ ഫ്രൈയും നഗറ്റ്സും ആണ് ഉണ്ടാക്കിയത്. അങ്ങനെ അതിൽ വന്നു. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു നേരെ തിരിച്ച് ഓഫീസിൽ പോയി. അത് കഴിഞ്ഞിട്ട് ഈവനിങ്ങിനാണ് അവൻ തിരിച്ചു വന്നത്. അപ്പോൾ ഈവനിങ് ഞങ്ങൾ ഷോപ്പിങ്ങിന് പുറത്ത് പോയി. എനിക്കാണെങ്കിൽ ഷോപ്പിങ്ങിന് പോകുന്നതിന് മുമ്പ് ഈ ചായ കുടിച്ചില്ലേ പറ്റില്ല. കാരണം രാവിലെ എപ്പോഴെങ്കിലും ഒരു നേരം എനിക്ക് ചായ കുടിച്ചില്ലെങ്കിൽ തലവേദന എടുക്കും കേട്ടോ. ചായയോ കാപ്പിയോ ഏതെങ്കിലും ഒന്ന് കുടിച്ചാൽ മതി. എന്നെപ്പോലെ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അങ്ങനെ നേരെ ഞങ്ങൾ ഷോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ഒഥേം മാളിലാണ് പോയത്. ഇവിടുത്തെ ഈ ട്രെയിൻ കിടക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ട്രെയിൻ ഇതിൻ്റെ പർപ്പസിന് വേണ്ടിയിട്ട് തന്നെ ആയിരിക്കും. കാരണം ഇവിടെ ഒരു അറ്റത്തു നിന്ന് അടുത്ത അറ്റത്ത് വരെ പോകണമെങ്കിൽ ഒരു ഓട്ടോ അടിച്ച് പോകണം. അത്ര വലിയൊരു മോളാണ് കേട്ടോ. എനിക്കൊന്നും ഇവിടുത്തെ ഏറ്റവും വലിയൊരു മോളാണെന്ന് എനിക്കിതുവരെ മൊത്തം ഇത് നടന്ന് കാണാൻ പറ്റിയിട്ടില്ല. അതുപോലെ വലിപ്പമുണ്ട്. അങ്ങനെ നേരെ ഞങ്ങൾ സെൻട്രൽ പോയിന്റിൽ ചെന്നിട്ട് അതിന് കുറച്ച് ഡ്രസ്സൊക്കെ വാങ്ങിക്കണമായിരുന്നു. ആ നേരം കൊണ്ട് എനിക്ക് കുറച്ച് അൽത്തൂലത്തെ സാധനങ്ങളൊക്കെ എടുക്കണമായിരുന്നു. ഇവിടുത്തെ കുറേ കൊറിയൻ ബ്യൂട്ടി പ്രോഡക്റ്റ്സ് ഒക്കെ ഇരിപ്പുണ്ട് കേട്ടോ. ഇത് നല്ല കളറൊക്കെ ഉണ്ടല്ലേ. ഞാൻ നിങ്ങളെ കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ എനിക്ക് കുറച്ച് ലിപ് ബാമും കാര്യങ്ങളും കമ്മലും ഒക്കെ വേണമായിരുന്നു. പിന്നെ ഞങ്ങൾ മാക്സിൽ കയറി എനിക്ക് കുറച്ച് ഡ്രസ്സൊക്കെ എടുത്തു. അങ്ങനെ ഞങ്ങൾ അവിടുത്തെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഇറങ്ങിയിട്ട് അൽവഫ ഹൈപ്പർ മാർക്കറ്റിലേക്ക് പോയി. ഇന്ന് വീക്ക് ഡേ ആയതുകൊണ്ട് അധികം ആളുണ്ടായിരുന്നില്ല. എന്നാൽ ഇതിൻ്റെ താഴെ ഒരു പാർക്കിംഗ് ഉണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് ഇവിടോട്ട് വന്ന് പാർക്ക് ചെയ്യുക. എന്നാൽ അത്യാവശ്യം ഒരു റഷ് ആൾക്കാരുള്ളൊരു ദിവസമാണ് കേട്ടോ ഇത്. പിന്നെ നമ്മുടെ നാട്ടിലെ കുറേ ആഹാരങ്ങൾ ഇവിടെ കിട്ടും. കപ്പ, മീൻകറി, ഗീ റൈസ്, ചിക്കൻ കറി, അങ്ങനെ കുറേ സാധനം കിട്ടും. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് കാലത്തെ സാധനങ്ങളും കുറച്ച് ഗ്രോസറീസും ഫുഡും ഒക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഇറങ്ങി ബെലാൻ ഹണിയിലേക്കാണ് പോയത്. അവിടെ നല്ല അടിപൊളി കേക്ക് കിട്ടും കേട്ടോ. ഇവിടെ ഞാൻ ഓൾറെഡി കഴിച്ചിട്ടുണ്ട്. രണ്ടാമത് ഇപ്പം കഴിക്കുന്നത്. ഭയങ്കര ടേസ്റ്റ് ഇവിടുത്തെ കേക്കിന്. പിന്നെ ഞങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വന്ന് കുറച്ച് ഫുഡ് കൂടെ ഡിന്നറായിട്ട് കഴിച്ചു. അപ്പോഴത്തേക്ക് 12 മണിയായി ഞങ്ങൾ പോയി കിടന്നുറങ്ങിയപ്പോൾ അത്രയുള്ള സബ്സ്ക്രൈബർ